തിരികെ കോഴിക്കോട് സരോവരം പാർക്കിന് സമീപം കനോലി കനാലിൽ ഒരാളെ കാണാതായി. കുന്ദമംഗലം സ്വദേശി പ്രവീണിനെയാണ് കാണാതായത്. ഫയർഫോഴ്സ് ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ്. വരുമ്പോൾ ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ ഒരു മീനിന്റെ ഫിഷിംഗ് സ്റ്റിക്കും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കൂടെ വേറെ ആളുണ്ടെങ്കിലും ഓല് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വരുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ പറഞ്ഞ അവിടെ ഇങ്ങനെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ പറഞ്ഞ ആയില്ല, ഞാൻ പോയി സംസാരിക്കാൻ നികേഷ് പറഞ്ഞ ഒരുത്തെ അവിടെ പോയി മൂപ്പരെ അറിയുന്നത്. അപ്പോൾ ഏട്ടാ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്ന അപ്പോൾ സ്റ്റിക്ക് പിടിക്കുന്ന പറഞ്ഞു. അപ്പോൾ ഇവന്റെ സ്റ്റിക്ക് മാറ്റി വെക്കുമ്പോൾ മൂപ്പര് പെട്ടെന്ന് കിടക്കാൻ നോക്കി. ഇതുപോലത്തെ ഒരു തിണ്ണ അവിടത്തുള്ള അതുമ്പോൾ കിടക്കാൻ നോക്കിയപ്പോൾ ഒന്ന് കൈ എന്നുവെച്ചാൽ ജസ്റ്റ് സ്ലിപ്പായിട്ട് വീണ് പോയതാ. അപ്പോൾ വീണപ്പോൾ പിടുത്തം കിട്ടിയിട്ടേനി, ആളെ പിടുത്തം കിട്ടി. പക്ഷെ എന്നാൽ ആ ബോഡി വെയിറ്റ് കാരണം അവന് പിടിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് മൂപ്പര് വെള്ളത്തിലേക്ക് വീണ്. ഞങ്ങൾ ഇവിടെ തന്നെയുള്ളത്. നമ്മൾ അപ്പുറത്ത് എത്തുമ്പോഴത്തേക്ക് വീണ്. ഞങ്ങൾ നോക്കുമ്പോൾ മൂപ്പര് പൊങ്ങിയിട്ടേ ഇല്ല. അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. അഭിജിത്ത്, എന്തെങ്കിലും വിവരമുണ്ടോ പ്രവീണിനെ കുറിച്ച്? അഭിജിത്ത്, ഉന്മേഷ്, നിലവിൽ തിരച്ചിൽ തുടരുകയാണ്. സ്കൂബ ടീം അംഗങ്ങൾ ഇപ്പോൾ കനോലി കനാലിലേക്ക് ഇറങ്ങി പ്രവീണിനായുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. നേരത്തെ ആദ്യഘട്ടം എന്ന നിലയിൽ അവർ ഈ ഭാഗത്ത്, അതായത് പ്രവീണിനെ കാണാതായ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും കൂടുതൽ സ്കൂബ ടീം അംഗങ്ങൾ എത്തി ഈ കനോലി കനാലിന്റെ ഈ ഭാഗത്ത് തിരച്ചിൽ തുടരുകയാണ്. പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ അടിയൊഴുക്കുള്ളൊരു സ്ഥലമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ പെയ്ത് കനോലി കനാൽ നിറഞ്ഞുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അടിയൊഴുക്ക് ശക്തമാണ് എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. അതിനാൽ തന്നെ ആ രീതിയിലുള്ളൊരു തിരച്ചിൽ ഇപ്പോൾ സ്കൂബ ടീമിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. നമ്മളിപ്പോൾ നേരത്തെ പ്രതികരിച്ച ആൾ പറഞ്ഞതിനനുസരിച്ച് അദ്ദേഹം, ഈ പ്രവീൺ, കാണാതായ പ്രവീൺ ഇവിടെ ഇരുന്ന് ചൂണ്ടയിടുകയായിരുന്നു. അതിനിടയിൽ കാൽ വഴുതി ഈ കനോലി കനാലിലേക്ക് വീണു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമമൊക്കെ നടന്നിരുന്നു, പക്ഷേ രക്ഷപ്പെടുത്താനായി സാധിച്ചില്ല. നിലവിൽ ആ ഘട്ടത്തിൽ തന്നെ അവർ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരമറിയിക്കുകയും തുടർന്ന് ഫയർഫോഴ്സ് എത്തി ഈ ഒരു തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഇവിടെ നിന്ന് ഒലിച്ചു പോകാനുള്ള, ഒഴുകി പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഒലിച്ചു പോകാനുള്ള സാധ്യത ഭയങ്കര ഒഴുക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഒഴുക്കാൻ അടിയൊഴുക്ക് കൂടുതലുണ്ട്. അപ്പൊ അതിനോട് സാധ്യത ഉണ്ട്. കുറെ അങ്ങോട്ടേക്ക് ഒഴുകി നീങ്ങാൻ കുറെ അങ്ങോട്ടില്ല, എന്തായാലും പാലത്തിന്റെ അടുത്ത് വരെ എന്തായാലും അതെ സാധ്യത കൂടുതലാണ്. മഴ ചെയ്ത ഒഴുക്കില്ല, അടിക്കൂടെ അപ്പൊ മോൾ കൂടെ കാണൂല. നേരിട്ടുള്ള ചപ്പറും വെച്ച് മുങ്ങണം. നല്ല ഇത് അവിടെ ഉണ്ടോ ഇവിടെ എന്നുള്ളത് ഇവിടെ തന്നെ മുങ്ങിട്ട് കാര്യമില്ല, കുറച്ച് വിട്ട് മുങ്ങണം. അതാണ് അപ്പൊ സാധ്യത അവിടെ ഉണ്ട്. എന്നുവെച്ചാൽ ഒഴുക്ക് കൂടുതലാണ്, അങ്ങോട്ട് പോകാന്ന് പറയുന്നത്. അതാണ് അതിന്റെ ക്ലിയർ. അതാണ് ഏതായാലും ഉന്മേഷ്, ആ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ സ്കൂബ ടീമിന്റെ തിരച്ചിൽ തുടരുന്നുണ്ട്. ഈ പ്രവീൺ, കാണാതായ കുന്ദമംഗലം സ്വദേശിയായ പ്രവീൺ, അദ്ദേഹം കമ്മീഷൻ ഓഫീസിലെ ജീവനക്കാരനാണ്. സാധാരണ രീതിയിൽ ഈ കനോലി കനാലിന്റെ ഈ ഭാഗത്ത് അദ്ദേഹം ചൂണ്ടയിടാറുള്ളതൊക്കെ പതിവാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ അദ്ദേഹത്തെ അറിയുന്നവർ പറയുന്നത്. ഇന്ന് ഏകദേശം 7:30 മണി സമയത്ത് അദ്ദേഹം ചൂണ്ടയിടുന്നതിനിടയിൽ കാൽവഴുതി ഈ കനോലി കനാലിലേക്ക് പതിക്കുകയായിരുന്നു. സരോവരം പാർക്കിന് സമീപത്തുള്ള കനോലി കനാലിലാണ് അദ്ദേഹത്തെ നിലവിൽ കാണാതായിട്ടുള്ളത്. കാൽവഴുതി വീണു എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതായാലും നിലവിൽ ഒരു തിരച്ചിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉന്മേഷ്, ശരി. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. കനോലി കനാലിൽ ഒരാൾ അകപ്പെട്ടു. കോഴിക്കോട് സരോവരം പാർക്കിന് സമീപത്താണ് ഈ സംഭവമുണ്ടായത്. തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്.